magnifying power of an astronomical telescope is 24 in normal 24 full stop ആണ് in normal adjustment distance between its two lenses is 150 centimeter. Find the focal length find the focal length of the objective lens ഇത് ഓർത്തോണം. ഒരു മിനിറ്റ് തരാം ചെയ്യാനായിട്ട്. നിങ്ങൾ ഞാൻ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് പഠിപ്പിച്ച ആ ഭാഗത്തെ ഇക്വേഷൻസ് ഏതെങ്കിലും ഒക്കെ നോക്കുക, എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം നോക്കുക, എന്നിട്ട് ചെയ്യാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ഒരു കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. ലാസ്റ്റ് 2024 ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് ഞാൻ ഷെയർ ചെയ്യുന്നില്ലായിരുന്നല്ലോ. എല്ലാരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തിട്ട് ഒന്ന് ഒരു ട്രൈ കൊടുത്തേ. പെട്ടെന്നാട്ടെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതായത് ഞാൻ ഇതങ്ങ് പറഞ്ഞുതരാം, നോക്കിയോ. നമുക്കറിയാം ഒരു ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്താ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഹിന്റ് തരാം, ഒന്ന് ട്രൈ ചെയ്തോളാം. ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഐ ലെൻസും ഉണ്ടാവും. അവര് തമ്മിൽ, അതായത് ഇതിന്റെ ഫോക്കൽ ലെങ്ത് വളരെ എന്താണ് നമ്മുടെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. ഇതാണ് FO എന്ന് പറയുന്നത്. അതായത് അവിടെ മാർക്ക് ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി, രണ്ടിന്റെയും സെയിം ഇതായതുകൊണ്ട് ഇത് FO ആയിട്ടും ഇത് FE ആയിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇത് ഐ ലെൻസ്, അല്ലേ? അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ്, നോർമൽ അഡ്ജസ്റ്റ്മെന്റിൽ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് 150 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് വേണ്ട എന്താ, നമുക്ക് വേണ്ടത് മാഗ്നിഫിക്കേഷനും തന്നിട്ടുണ്ട്. അവര് മാഗ്നിഫിക്കേഷൻ എത്രയാ തന്നിട്ടുള്ളത്? 24 തന്നിട്ടുണ്ട്, അല്ലെ? മാഗ്നിഫിക്കേഷൻ 24 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അത് നമുക്ക് ഇങ്ങനെ എടുക്കാം, FO പ്ലസ് FE, അതാണല്ലോ ഡിസ്റ്റൻസ്. ഇതും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 150 സെന്റിമീറ്റർ കിട്ടുക, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം, അതായത് FO എങ്ങനെ കണ്ടുപിടിക്കാം? FO കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. FO കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? FO is equal to 150 minus FE ചെയ്താൽ മതി. അപ്പൊ FE കണ്ടുപിടിക്കാൻ പോകണം, ശരിയല്ലേ? അപ്പൊ FE എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ M is equal to FO by FE ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ 24 is equal to FO by FE എന്ന് എഴുതാം. അവിടുന്ന് 24 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 FE is equal to FO എന്ന് എഴുതാം. അപ്പം ഇതും FO കിട്ടി, ഇതും FO ആൻസർ കിട്ടിയത്. രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ
1 and 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 24 FE is equal to 150 minus 24 FE is equal to 150 minus FE എന്ന് കിട്ടുന്നു. അവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 24 FE is equal to 150 എന്ന് വരുന്നു. അല്ല 24 FE plus 1 FE ഇല്ലേ? plus 1 FE is equal to 1 FE എന്ന് പറയുമ്പോൾ FE എന്ന് പറയുമ്പോൾ 1 FE is equal to 150 വരുന്നു. 25 FE is equal to 150 എന്ന് വരുന്നു. അവിടെ നിന്ന് FE is equal to 150 divided by 25 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 6 കിട്ടുന്നു ഇല്ലേ? FE 6 ആണ്. FE 6 ആണെങ്കിൽ നമുക്ക് FO കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം FO is equal to എന്താ പറഞ്ഞിരിക്കുന്നത്? FO is equal to 24 into FE എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 24 into 6 ചെയ്താൽ മതി. 6 4 24 2 12 14 144 ആയിരിക്കും. 144 144 തന്നെ 144 സെന്റിമീറ്റർ ആയിരിക്കും ആ ഫോക്കൽ ലെങ്ത് ഓഫ് എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണേ. ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇതാണ്. നോക്കിക്കോളൂ, ഞാൻ ചെറുതാക്കാം. ഇത് എഴുതിയെടുത്തോളൂ. ക്രിസ്റ്റ്യൻ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എഴുതിയെടുത്തിട്ട് ഈ ആൻസറും കൂടെ അങ്ങ് എഴുതിയെടുത്തേര്. ഞാൻ ഇപ്പുറത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിടാം. അത് നിങ്ങളൊന്ന് നോക്കിക്കോ. എന്നിട്ട് 2 മിനിറ്റ് ഞാൻ തരാം, ചെയ്യാൻ 2 മിനിറ്റ് തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. ഈ ക്വസ്റ്റ്യനും 2023 ചോദിച്ചാണ്. അതിന് മുമ്പ് ഒരു 3 തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതും വളരെ സിമ്പിൾ ആണ്. നോക്കിയോ, എ റേ ഓഫ് ലൈറ്റ്, എ റേ ഓഫ് ലൈറ്റ്, റേ ഓഫ് ലൈറ്റ്, എ റേ ഓഫ് ലൈറ്റ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കയറിയവർക്ക് ഇത് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഈ ചെറുതായിട്ട് കാണിക്കുന്നത്. അത് മറ്റേ എഴുതിയെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് at an angle 60 degree, at an angle 60 degree on one face of a prism with the prism angle A is equal to 60 degree. The ray passes symmetrically through the prism. Find the angle of minimum deviation, angle of minimum deviation del m and refractive index of the material of
prism. ഇനിയും അതിന്റെ ബാക്കി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. if the 3 മാർക്കിന്റെ ചോദ്യമാണ്. if the prism is immersed in water, how will del m, that is angle of minimum deviation, be affected? Justify your answer. എന്തുവാടെ ഇപ്പോഴാണോ കയറുന്നത്? അലോണ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് എഴുതിയെടുക്കുക. അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രം എഴുതി ആൻസർ നിങ്ങൾ ചെയ്യാം. ഒന്ന് ചെയ്ത് ഒരു 3 മിനിറ്റ് തരാൻ ചെയ്യാനായിട്ട്. ഇപ്പൊ കയറിയല്ല, ഇത് എഴുതിയെടുക്കുക. പെട്ടെന്നായിട്ട് മാക്സിമം ഒരു 6 ക്വസ്റ്റ്യനിൽ നമുക്ക് ഇന്ന് ചെയ്യണേ. 6 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. എപ്പോഴും ഒരു ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മാർക്ക് കിട്ടത്തില്ലായിരിക്കും, പക്ഷെ ബോർഡ് എക്സാമിന് നമുക്ക് എഴുതുന്നതിന് മാർക്കുണ്ട്. അതായത് ആ തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതുന്നതിന് 1 മാർക്ക് കിട്ടും. അപ്പൊ 3 മാർക്കിന്റെ ചോദ്യം ആണെങ്കിൽ 1 മാർക്ക് എന്തായാലും എടുത്തെഴുതുന്നതിന് കിട്ടും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, മനസ്സിലായോ? അപ്പൊ അത് എടുത്തെഴുതാനായിട്ട് ഒരു മടിയും ഒരു പിശുക്കും വിചാരിക്കേണ്ട, എടുത്ത് അങ്ങോട്ട് എഴുതുക. ജസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പടം വരച്ച് കാണിച്ച പോലെ ജസ്റ്റ് ചുമ്മാ സൈഡിലോട്ട് എവിടെയെങ്കിലും വരച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൂടെ 1/2 മാർക്കോ ഒക്കെ കൂടെ കിട്ടും, മനസ്സിലായോ? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രിസം അല്ലെ, ഒരു പ്രിസം, അതിന്റെ ആംഗിൾ ഓഫ് പ്രിസം തന്നിരിക്കുന്നത് 60 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ പ്രിസത്തിന്റെ ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. അത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വലുതാക്കാം. ഓക്കെ, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ആ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 60 ഡിഗ്രിയിലാണ്. അപ്പൊ ഇത് നോർമൽ വരച്ചു നമ്മൾ. അപ്പൊ ഇതായിരിക്കും അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മൾ അതിനെ I1 ആയിട്ട് എടുത്താണ് അന്ന് പഠിച്ചത്. ഓക്കെ, ഇത് റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് ആയതുകൊണ്ട് ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ ആണ്. ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെയും നമ്മൾ നോർമൽ വരയ്ക്കണം. ഇനിയും ഡെൻസർ ടു റെയർ ആണ്, ബെൻഡ് അവേ ഫ്രം ദി നോർമൽ ആണ്. അങ്ങനെ ബെൻഡ് അവേ ആയിട്ട് പോകുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഇവിടുത്തെ I2 എന്ന് പറയുന്നത്. ഇത് R1 ഉം R2 ആണ്, ആണല്ലോ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ് പറഞ്ഞത്. സിമെട്രിക്കൽ ആയിട്ടാണ് പോകുന്നത്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ?
ഇങ്ങോട്ടോ ഒന്നും വളഞ്ഞല്ല ഇവിടെ വന്ന് വീഴുന്നത്. കൃത്യം അതിന് പകുതിക്ക് കട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നത്. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വീഴുന്നത്. അതിനർത്ഥം അത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷനിലാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷന്റെ സമയത്ത് നമുക്കറിയാം I1 എന്ന് പറഞ്ഞാൽ I2-ന് ഈക്വൽ ആയിരിക്കും. അതേപോലെ R1 എന്ന് പറയുന്നത് R2-ന് ഈക്വൽ ആയിരിക്കും, ഇല്ലേ? I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I എന്ന് എടുക്കാം. R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്നും എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇല്ലേ? ഇനിയും നമുക്കറിയാം എന്താ ഡെൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡെൽ എം ഈസ് ഈക്വൽ ടു എന്താണ്, അല്ല ഡെൽ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ളത് എത്രയാ? I1 പ്ലസ് I2 മൈനസ് ആംഗിൾ എ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ വരുമ്പോൾ ഈ ഇക്വേഷൻ എന്താന്ന് പറയുന്നത് I പ്ലസ് I മൈനസ് ആംഗിൾ എ ആയത് 2I മൈനസ് ആംഗിൾ എന്ന് വരും. ഇവിടെ I എത്ര നമുക്കറിയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1-നെയാണ് I എന്ന് പറയുന്നത്, അത് തന്നെയാണ് I2 മിനിമം ഡീവിയേഷൻ കണ്ടീഷനാണ്. I എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പൊ 2 into 60 ആംഗിൾ ഓഫ് പ്രിസമും 60 ആണ്. അപ്പം 120 മൈനസ് 60 അപ്പൊ എത്ര തന്നെ കിട്ടും? 60 തന്നെ കിട്ടും. 60 ആണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ശരിക്കും പ്രിസത്തിന്റെ ഡെറിവേഷൻ പഠിച്ചത്, ആ ഡെറിവേഷൻ അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫൈനലി ഡെറൈവ് ചെയ്തെടുക്കുന്നത്. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ അഥവാ n ഈക്വൽ ടു എന്താ, സൈൻ എ പ്ലസ് ഡെൽ എം ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ എന്താ, സൈൻ എ ബൈ 2 നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ എന്ന് പറയുന്നത് 60 ആണ്. 60 പ്ലസ് 60 ഡിവൈഡ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ സൈൻ 60 ഡിവൈഡ് ബൈ 2, അതായത് സൈൻ 120 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ 60 ഡിവൈഡ് ബൈ 2 30. 120 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ സൈൻ 60. സൈൻ 60 ഡിവൈഡ് ബൈ സൈൻ 30 ആണ്. സൈൻ 60 റൂട്ട് 3/2 ആണ്. സൈൻ 30 1/2 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റൂട്ട് 3/2 ഇൻറ്റു 2/1 എന്ന് വരുന്നു. 2 കട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് 3 എന്ന് വരുന്നു. ഓക്കെ, ഇതായിരിക്കും എന്റെ ആൻസർ. ചെറുതാക്കാം. ഇതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആൻസർ. കഴിഞ്ഞിട്ടില്ല, ഒരു പാർട്ട് കൂടെ ഉണ്ട് അതിനകത്ത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വെച്ചിരിക്കുന്ന പ്രിസം വെള്ളത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ if the prism is immersed in water, how will del m be affected? Okay, അതായത് വെള്ളത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇതിനെ എങ്ങനെ അഫക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും കൂടെ പറഞ്ഞുതരാം. ഈ ഇക്വേഷൻ ഇങ്ങനെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം. ഡെൽ ഈസ് ഈക്വൽ ടു മ്യൂ മൈനസ് 1 ഇൻറ്റു എ. അതായത് ഇവിടെ ഡെല്ലും മ്യൂ, അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷനും അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡെല്ല് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ല മ്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാൽ, മ്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെല്ലും കുറയും. മ്യൂ കൂടിയാൽ ഡെല്ലും കൂടും. അതാണ് അതിന്റെ ആൻസർ. ഇവിടെ എന്താ വരിക, അതായത് പ്രിസം നമ്മൾ വെള്ളത്തിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുക ചെയ്യുന്നത്, അല്ലേ? മ്യൂ കുറയും. therefore here മ്യൂ ഡിക്രീസസ് ആണ്. സോ എന്താണ്, ഡെൽ ഡിക്രീസസ്. അപ്പൊ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇതാണ് ജസ്റ്റിഫിക്കേഷനുള്ള ആൻസർ, കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ചില ഇക്വേഷൻസ് ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ജനറൽ കൺസെപ്റ്റിലുള്ള ഇക്വേഷൻസ് ആണെങ്കിൽ ഇവിടെ ചില, അതായത് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻസ് കുറച്ചുണ്ട്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് ഡയറക്റ്റ്ലി അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതെന്തായാലും നിങ്ങൾ പഠിച്ച ഭാഗത്ത് പഠിച്ചോന്ന് എനിക്കറിയത്തില്ല, ഞാൻ പഠിപ്പിച്ചതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ നമുക്ക് അവിടുത്തെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തുവാണെങ്കിൽ ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഒരു കണ്ടീഷനൊക്കെ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും വരിക. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. ജസ്റ്റ് ഇപ്പൊ ഒരു എക്സ്ട്രാ ഇക്വേഷൻ വന്നു, അപ്പൊ അതിനെ ജസ്റ്റ് ഒരു ചില്ലിട്ട് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറൊരു ക്വസ്റ്റ്യൻ തരാം. നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ തന്നെ ഒരു മോഡലാണ്. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയണം കേട്ടോ. The magnifying power of an astronomical telescope in normal adjustment is 2.9, and the objective and the eyepiece are separated by a distance of 150 centimeter. Find the focal length of the two lenses. ഒന്ന് ട്രൈ ചെയ്തേ, പെട്ടെന്നാട്ടെ. അതായത് എപ്പോഴും ആലോചിച്ചോണേ, ഈ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള കാര്യം ആലോചിച്ചേക്കണേ. അതായത് നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് അത് വേണമെങ്കിൽ എഴുതിയിട്ടേക്കണം. ഇൻ നോർമൽ നമ്മൾ ഇത് രണ്ടും പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഏതാ, നമുക്ക് രണ്ട് രീതിയിൽ അതിന്റെ ആൻസർ എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഒബ്ജക്റ്റീവിൽ നിന്ന് വരുന്ന ഇമേജിനെ ഐ ലെൻസിന്റെ ഫോക്കസിൽ നമുക്ക് പതിപ്പിക്കാം, അല്ലെങ്കിൽ ഐ ലെൻസിന്റെ ഫോക്കസിന്റെ ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിലും പതിപ്പിച്ച് ഇമേജ് ഉണ്ടാക്കാന്നുള്ള കാര്യം രണ്ട് കേസ് നമ്മൾ പഠിപ്പിച്ചായിരുന്നു. അത് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെയും രണ്ട് കേസാണ് പഠിച്ചത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെയും ടെലസ്കോപ്പിന്റെയും രണ്ട് കേസുകളാണ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത് ഇല്ലേ? അപ്പൊ അതൊന്ന് ആലോചിച്ച് വെക്കുക. ഇപ്പൊ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് എന്നുള്ളതാണ്. അതായത് റിലാക്സ്ഡ് ഐ ആയിരിക്കും നോർമൽ അഡ്ജസ്റ്റ്മെന്റിൽ. ഞാൻ പറഞ്ഞായിരുന്നു നമ്മള് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏതാണ് കണ്ണിന് സ്ട്രെയിൻ കുറവുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുന്നതാണ്. ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനിൽ ഉണ്ടാകുന്ന കേസ് ആണെങ്കിൽ കണ്ണിന് ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടാവും. അപ്പം അത് ഒന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം ഇവിടെ എഴുതുക ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ഫൈനൽ ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ആണ്. അതായത് റിലാക്സ്ഡ് ഐ എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. റിലാക്സ്, ഇതൊക്കെ അവിടെ പറഞ്ഞു തന്നാണ് റിലാക്സ്ഡ് ഐ. എന്നാലും നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കഴിഞ്ഞ ഹോസ്റ്റലിൽ കേട്ടു, ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഹോസ്റ്റലിൽ പറയാൻ വിട്ടുപോയി. അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് വെക്കുക, ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് തന്നെയാണ്.
അതായത് ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതും പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം ഇത് ഒരു ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആണ്. ടെലസ്കോപ്പിന് ഒബ്ജക്റ്റീവ് ലെൻസ്, ഐ ലെൻസ് ഉണ്ട് പറഞ്ഞു. അതായത് അതിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. ഇതായിരിക്കും ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. ഐ ലെൻസിന്റെ വളരെ കുറവായിരിക്കും. ഇതായിരിക്കും. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതായത് ഇവരുടെ ഫോക്കസുകൾ തമ്മിൽ എന്തല്ല, ഡിസ്റ്റൻസുകളൊന്നുമില്ല. മറ്റേ ടെലസ്കോപ്പ് വരുന്ന സമയത്ത്, സോറി, എന്താണ്, കോമൺ മൈക്രോസ്കോപ്പ് വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഫോക്കൽ ലെങ്തുകളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്യൂബ് ലെങ്ത് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താ, അതിന് വേണേ എൽ, ട്യൂബ് ലെങ്ത് അല്ല കേട്ടോ, ഞാൻ എല്ലാം അങ്ങ് എടുത്താണ്. FO പ്ലസ് FE ഇല്ലേ. അപ്പം ഇത് FO പ്ലസ് FE എത്ര തന്നിട്ടുണ്ട്? FO പ്ലസ് FE എന്ന് പറയുന്നത് 150 തന്നിട്ടുണ്ട് ഇല്ലേ. ഓക്കെ. ഇനി നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ, ടെലസ്കോപ്പ് തന്നെയാകുമ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ FO ബൈ FE ആണ്. അപ്പം ഇവിടത്തെ കേസ് വെച്ച് നോക്കുമ്പോൾ മാഗ്നിഫൈങ് പവർ എത്ര തന്നിട്ടുണ്ട്? മാഗ്നിഫൈങ് പവർ 2.9 തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം 2.9 ഈസ് ഈക്വൽ ടു FO ബൈ FE എന്ന് വരുന്നു. അവിടെ നിന്ന് 2.9 FE ഈസ് ഈക്വൽ ടു FO എന്ന് വരുന്നു ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും വരിക? എഫ്, അത് ഇവിടെ FOയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇല്ലേ. ഈ FOയ്ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? 2.9 FE പ്ലസ് FE ഈസ് ഈക്വൽ ടു 150. അതായത് 3.9 FE ഈസ് ഈക്വൽ ടു 150 എന്നും അവിടുന്ന് FE ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 3.9 എന്നും 1500 ഡിവൈഡഡ് ബൈ 39 എന്നും വരുന്നു. ഓക്കെ, അതിനെ നമുക്ക് 1539 അല്ലേ, 3 15 38.5 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് FE വരുന്നത് അല്ലേ. നമുക്ക് FO കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ആ FOയുടെ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുത്താൽ മതി, ശരിയല്ലേ. അതായത് FO ഈസ് ഈക്വൽ ടു 150 മൈനസ് FE ആണ്. അങ്ങനെയാണെങ്കിൽ 150 മൈനസ് 38.5 ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് 111.5. ഓക്കെ, 111.5 സെന്റിമീറ്റർ. ഇതാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു.
ഒരു സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യനും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. തന്നെ ചെയ്യണം, പറഞ്ഞു തരത്തില്ല. തന്നെ ചെയ്തിട്ട് പറഞ്ഞു തരാം. ഓരോരുത്തരോടും ഞാൻ ചോദിക്കുവോ ഇതേ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും ആണ്. When red light passing when red light passing through a convex lens is replaced by light of blue color. How will the focal length of the lens change? ആലോചിച്ചോ. 2 മിനിറ്റ് സമയം തരാം. ഓരോരുത്തരോടും ഞാൻ ചോദിക്കുവേ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയല്ലേ. അതായത് ഒരു when a red light passing through a convex lens is replaced by a light of blue color, how will the focal length of lens changes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു എന്താണ് ഒരു ലെൻസിനകത്തൂടെ റെഡ് ലൈറ്റ് കടത്തി വിട്ടു. അപ്പം റെഡ് ലൈറ്റ് കടന്നു പോയപ്പോൾ അതിന് ഉറപ്പായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് റിഫ്രാക്ട് ചെയ്യുക, അതിനൊരു ഫോക്കസ് കാണും, ശരിയല്ലേ? നമുക്കറിയാം ഓരോ കളറിനും ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ കൂടെ പോകുമ്പോൾ ഓരോ ബെൻഡിങ് ആയിരിക്കും, അല്ലേ? നമുക്കറിയാം എന്താണ് റെഡിന് ഡീവിയേഷൻ വളരെ കുറവായിരിക്കും. അപ്പം ഇതിപ്പം ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് ആണെന്ന് വിചാരിച്ചോ. എന്നാൽ ബ്ലൂ ലൈറ്റ് ഇതുവഴി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണോ അത് ചോദിച്ചത്. ഒന്നും സംഭവിക്കാനൊന്നുമില്ല, അതിന്റെ ഫോക്കൽ ലെങ്ത് കുറയും. അതായത് ബ്ലൂവിന് ഡീവിയേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ബ്ലൂ. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതണം? ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താ? ഫോക്കൽ ലെങ്ത് ഓഫ് ബ്ലൂ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീവിയേഷൻ ഓഫ് ബ്ലൂ ഈസ് ഗ്രേറ്റർ ദാൻ എന്താ? ഡീവിയേഷൻ ഓഫ് റെഡ്. അതാണ് അതിന്റെ കാരണം. ഇത്രയേ ഉള്ളൂ കാര്യം. 1 മാർക്ക് അവിടെ പോക്കറ്റ് വീഴും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നു. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് തന്നെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, കുഴപ്പമില്ല. The focal length of an equiconcave lens is 3/4 times of radius of curvature of its surface. Find the refractive index of the material of lens under what condition will this lens behave as a converging lens. ഇത് ലെൻസ് മേക്കേഴ്സ് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇക്വികോൺകേവ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും, അതായത് നമ്മൾ നോർമൽ വരയ്ക്കുന്നത്, അതായത് നമുക്ക് കോൺവെക്സ് 3 ടൈപ്പ് ഉണ്ട്, കോൺകേവ് 3 ടൈപ്പ് ഉണ്ട്. ഇത് ഡബിൾ കോൺവെക്സ് അല്ലെങ്കിൽ ഇക്വികോൺവെക്സ് ലെൻസ് എന്ന് പറയും. ഇത് പ്ലെയിനോ കോൺവെക്സ്, ഇത് കോൺകേവോ കോൺവെക്സ്. അതേപോലെ കോൺകേവ് ലെൻസും ഉണ്ട്. ഇത് ഡബിൾ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ഇക്വികോൺകേവ് ലെൻസ്. അതേപോലെ പ്ലെയിനോ കോൺകേവ് ലെൻസ് ഉണ്ട്. അതേപോലെ കോൺവെക്സോ കോൺകേവോ എന്ന് പറയുന്ന ലെൻസും ഉണ്ട്. കണ്ടോ, അത് ഈ ഒരു ടൈപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ലെൻസ് ഏതാന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ആലോചിക്കണം. കാരണം നമ്മൾ അതിന്റെ കേസ് പഠിപ്പിച്ച സമയത്ത് ഓരോന്നിന്റെയും വേരിയേഷൻ വരുന്ന കാര്യം നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ന്യൂമറിക്കലിനകത്ത് അതൊക്കെ പ്രസക്തി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഇക്വികോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ഇക്വികോൺവെക്സ് ലെൻസ് വരയ്ക്കുന്ന സമയത്ത് ഇതാണ് ഇക്വികോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും ആലോചിച്ചോണം, ഇങ്ങോട്ടേക്ക് ഉള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എടുക്കാം കേട്ടോ. ഞാന് പഠിപ്പിച്ച സമയത്ത് ഇത് ഏതാ R1 ആയിട്ടാണ് തൽക്കാലം. ഇതിപ്പോ R1 ആയിട്ട് എടുക്കാം, ഇത് ഇങ്ങോട്ടേക്ക് R2 ആയിട്ട് എടുക്കാം. ഓക്കെ, എങ്ങനെ വേണേൽ എടുക്കാം. ഓക്കെ, രണ്ടും എന്താണ്, R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R ആണ്. കാരണം രണ്ടും ഇക്വികോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് രണ്ടിന്റെ സർഫസിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. അല്ല, ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ എടുത്തു മക്കളെ. അതായത് R1 R2 മറ്റേ പോലെ കൺഫ്യൂഷൻ ആക്കണ്ട. അതായത് ഞാന് എങ്ങോട്ടുള്ളത് R1 ആയിട്ട് എടുത്തു പഠിപ്പിച്ചത്, ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ചത്, എങ്ങനെയാ പഠിപ്പിച്ചതെന്ന് പറയാൻ ഒരു സെക്കൻഡ് ഞാൻ നോട്ട് നോക്കിക്കോട്ടെ. എങ്ങനെ വേണേ എടുക്കാം, സൈൻ കൃത്യമായിട്ട് ഇട്ടാൽ മതി കേട്ടോ.
ഞാൻ പഠിപ്പിച്ചതിനകത്ത് ഇത് R1 ആയിട്ടും ഇത് R2 ആയിട്ടുമാണ് പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ എടുത്തോ. ഇങ്ങോട്ടുള്ളത് R1 R2 ആയിട്ടും ഇങ്ങോട്ടുള്ളത് R1 ആയിട്ടും എടുത്തത്. അറിയാം കോൺകേവിന്റെ കേസിലാണ്. കോൺവെക്സിന്റെ നേരെ തിരിയും. എങ്ങോട്ടാണോ ഫോക്കസിന് വാല്യൂ വരുന്നത്, ഇപ്പം കോൺകേവിന്റെ ഫോക്കസ് ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിലുള്ള ഫോക്കസ് എടുക്കുന്നത്, അപ്പൊ ആ സൈഡിലുള്ളതിനെ 1 ആയിട്ട് എടുക്കുക. ഓക്കെ. കോൺവെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഫോക്കസ് തന്നെ ഈ സൈഡിലെ ഫോക്കസ് ആ വാല്യൂ ചെയ്യുന്നത്, അപ്പൊ ആ സൈഡിലെ 1 ആയിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പെട്ടെന്നാണ് ശരി. ട്രൈ ചെയ്ത് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടോ നോക്ക്. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് ഇവിടെ ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആണ്. അപ്പം R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് നെഗറ്റീവ് R ആയിട്ടാണ് എടുക്കുന്നത്. കാരണം R1 R2 R ഈക്വൽ ആണ്. കാരണം ഇക്വി കോൺവെക്സ് ആയതുകൊണ്ട് രണ്ട് സൈഡിലെയും കർവേച്ചേഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ R2 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലോട്ട് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് R ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഫോക്കൽ ലെങ്ത് ഓഫ് ആൻ ഇക്വികോൺകേവ് ലെൻസ് ഈസ് 3/4 ടൈംസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഇറ്റ് സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3/4 ഓഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ R ആയിട്ട് എടുക്കുക. R1 R2 ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, R ആയിട്ട് എടുക്കുക. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കോൺകേവ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫോക്കൽ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് നെഗറ്റീവ് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം നമുക്കിനി ലെൻസ് മേക്കേഴ്സ് ഫോമിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 1/f ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്, μ21 മൈനസ് 1 ഇൻറ്റു എന്താണ് 1/r1 മൈനസ് 1/r2 ആണ് ജനറൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ 1/f ന് പകരം -3r ഡിവൈഡഡ് ബൈ 4 എന്ന് എടുക്കാം, ഈക്വൽ ടു μ21 മൈനസ് 1 ഇൻറ്റു 1 എന്താണ് നെഗറ്റീവ് ആർ. R1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആർ ആയിട്ട് എടുത്തത്, മൈനസ് എന്താ 1/പോസിറ്റീവ് ആർ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഈ 4 മുകളിൽ പോകുമ്പോൾ 4 നെഗറ്റീവ് ഓഫ് 4 ഡിവൈഡഡ് ബൈ എന്താണ് 3r എന്ന് വരുന്നു, ഈക്വൽ ടു എന്താ μ21 മൈനസ് 1 ഇൻറ്റു എന്താ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ മാത്രം മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് ഇൻറ്റു ആണ്, മൈനസ് ഇവിടെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് വരും, രണ്ടും 1/r പ്ലസ് 1/r എന്ന് വരുന്നു. അങ്ങനെയാണ് അതിനെ നമുക്ക് 2/r എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 4/3r മൈനസ് 4/3r ഈസ് ഈക്വൽ ടു μ21 മൈനസ് 1 ഇൻറ്റു നെഗറ്റീവ് 2/r എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് r കട്ട് ചെയ്ത് കളയാം, നെഗറ്റീവ് കട്ട് ചെയ്ത് കളയാം, 4 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, 2/3 ഈസ് ഈക്വൽ ടു μ21 മൈനസ് 1 എന്ന് വരുന്നു. 1ന് മൈനസ് 1 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2/3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു μ21 എന്ന് വരുന്നു. 2 പ്ലസ് 3 എൽസിയം എടുക്കുമ്പോൾ 2 പ്ലസ് 3/3 ഈസ് ഈക്വൽ ടു μ21 എന്ന് വരുന്നു. 5/3 ഈസ് ഈക്വൽ ടു μ21 എന്ന് വരുന്നു. അതായത് μ21 ഈസ് ഈക്വൽ ടു 5/3 ആയിരിക്കും എൻ്റെ ആൻസർ. 5/3 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക, 5/3 എന്ന് പറയുമ്പോൾ 1 3 3 2 0.6 1.6 ആയിരിക്കും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
ഇത് കൺവേർജിങ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് മാറണം? ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? നമ്മൾ കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. μ2 ഗ്രേറ്റർ ദാൻ μ1, അതേപോലെ μ1 ഗ്രേറ്റർ ദാൻ μ2 എന്നൊക്കെ പറഞ്ഞ കുറെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു കണ്ടീഷൻ ആണ് ഇതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് കേട്ടോ. അത് ഏതാന്നുള്ളത് ആലോചിക്കണം. ഏതാന്ന് വെച്ചാൽ അവിടെ നോക്കണം. കൺവേർജിങ് ആണെങ്കിൽ എന്താ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്, അത് കോൺകേവ് ആണ്, കോൺവെക്സ് ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ μ2 വേണോ ഗ്രേറ്റർ ആവാൻ, μ1 വേണോ ഗ്രേറ്റർ ആവാൻ എന്നുള്ള കാര്യം. അതായത് μ21 എന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് μ2 ഡിവൈഡ് ബൈ μ1 ആണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, ഇത് ഒരു വലിയ സംഖ്യയാണെങ്കിൽ ഉറപ്പായിട്ടും വലുത് ബൈ ചെറുത് ചെയ്യുമ്പോൾ 1നേക്കാളും കൂടുതൽ വരും. 1 - 1 അല്ല, ഇതെന്തായാലും പോസിറ്റീവ് സംഖ്യ വരുന്നത്. പോസിറ്റീവ് വരികയാണെങ്കിൽ അവിടെ എന്താണ്, കൺവേർജിങ് ആണെന്നർത്ഥം. അപ്പൊ μ2 ഗ്രേറ്റർ ദാൻ μ1 എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോഴാണത് കോൺവെക്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ പാർട്ടാണ്, തന്നെ എഴുതിക്കോണം, അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒറ്റ ക്വസ്റ്റ്യനോട് ചെയ്യാം. A convex lens of focal length 25 centimeter is placed coaxially in contact with a concave lens of focal length 20 centimeter. Determine the power of combination. Will the system be converging or diverging in nature? അതായത് ഇത് ആ കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ കേസ് ആണ്. അതായത് ഇവിടെ ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും കൂടെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ പവർ ഓഫ് കോമ്പിനേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ സിസ്റ്റം കൺവെർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണിത്. നമുക്ക് ആ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കറിയാം, അതായത് ഇപ്പൊ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്, അതേപോലെ തന്നെ ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഇത് രണ്ടും ഇങ്ങനെ കോയാക്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ f1 ആയിട്ട് ഇതിന്റെ f2 ആയിട്ട് എടുത്താൽ നമ്മൾ ചെയ്തത് ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ 1/f, അതായത് ഇതിന്റെ കംപ്ലീറ്റ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1/f = 1/f1 + 1/f2 ആണ് അല്ലേ? അപ്പം നമുക്കറിയാം ഇതിന്റെ കംപ്ലീറ്റ് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്താൽ മതി. കാരണം ഫോക്കൽ ലെങ്ത് അവിടെ എന്താണ് തന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 1/f എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പവർ ആണെന്ന് നമുക്കറിയാം. എന്തിന്റെ പവറാ? ഈ കമ്പൈൻഡ് ലെൻസിന്റെ പവറാ. അപ്പൊ പവർ ഈക്വൽ എന്ത് തന്നെ ചെയ്താൽ മതി? 1/f1 + 1/f2 തന്നെ ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം ആലോചിച്ചോണം, പവർ എപ്പോഴും ഡയോപ്റ്ററിലാണ് കണ്ടുപിടിക്കുന്നത്. ഡയോപ്റ്റർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് മീറ്ററിലായിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഈ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ ഈക്വൽ ടു 1/0.25 എന്ന് എടുക്കാം. അതേപോലെ തന്നെ പ്ലസ് എന്താ 1/20 അല്ലേ, അത് 0.20 എന്ന് എടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഇതിന്റെ സൈനും കൂടെ ആലോചിച്ചോണം. എന്താ, ഇത് കോൺവെക്സ് ആണ്, f1 കോൺവെക്സ് ആണ്. അപ്പൊ f1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, അതായത് പോസിറ്റീവ് 0.25 ആണ്.
എന്നാൽ മറ്റേത് F2 ഫോക്കൽ ലെങ്ത് കോൺകേവിന്റെ ആണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എടുക്കുന്ന സമയത്ത് F2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അത് ഇവിടെയും നിങ്ങൾ ഓർത്തു വെക്കണം. എന്നിട്ട് LCM എടുത്താൽ മതി. എന്താ പവർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 0.20 പ്ലസ് 0.25 ഡിവൈഡഡ് ബൈ 0.25 ഇൻറ്റു നെഗറ്റീവ് 0.20. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആൻസർ നോക്കട്ടെ. ആൻസർ 1 ഡയോപ്റ്റർ ആണ് കിടക്കുന്നത്. -1 ഡയോപ്റ്റർ. അപ്പൊ പവർ കമ്പൈൻഡ് ലെൻസിന്റെ പവർ നെഗറ്റീവ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലെൻസ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? കമ്പൈൻഡ് ലെൻസ് എന്തായിട്ട് നെഗറ്റീവ് പവർ വരുന്നത് എപ്പോഴും കോൺകേവിനാണ്. അപ്പം ഈ ലെൻസ് കമ്പൈൻഡ് ലെൻസ് കമ്പൈൻഡ് ലെൻസ് വിൽ behave as combined lens will behave as a concave lens as power is negative. ഇത്രയുള്ള കാര്യം.